ഹലോ എല്ലാവർക്കും SCRT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ PYQ സെക്ഷനിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ മൗലികാവകാശങ്ങൾ എന്ന ടോപ്പിക്കിൽ 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഏത് വകുപ്പാ? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17 ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം നൽകുന്ന വകുപ്പ് ഏതാണ്? ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം നൽകുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 21 വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 21A ആണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വകുപ്പ് ഏതാണ്? 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വകുപ്പ് 32 ഒന്നുകൂടി പറയാം. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17 പ്രകാരമാണ്. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം നൽകുന്ന വകുപ്പാണ് 21, വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് വകുപ്പ് 21A. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പറയുന്നത് വകുപ്പ് 21A ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന വകുപ്പാണ് വകുപ്പ് 32. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത് റിട്ടാണ്? അത് മാൻഡമസ് കേട്ടോ. ഏതാണ്? മാൻഡമസ് ആണ്. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസാവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിദ്യാഭ്യാസാവകാശത്തെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് വിദ്യാഭ്യാസാവകാശം 86 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിദ്യാഭ്യാസാവകാശം 86 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് 2008 ഈ നിയമം നിലവിൽ വന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വിദ്യാഭ്യാസാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2009 നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 നിലവിൽ വന്നത്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. ഫസ്റ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, വിദ്യാഭ്യാസാവകാശം 86 ഭരണഘടന ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിന് ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിന് വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഏതാണ്? മാൻഡമസ്. ഓക്കെ അല്ലേ? താങ്ക് യു.